ഭാരത ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് രണ്ട് സഭാ മേലധ്യക്ഷന്മാർ വിശ്വാസികളുമൊത്ത് തെരുവിലിറങ്ങുന്നത്. സുപ്രീം കോടതി ഉൾപ്പെടെ വിവിധ കോടതികളിൽ വർഷങ്ങളായി നൂറുകണക്കിന് കേസുകൾ നടത്തിയിട്ടും തീരുമാനമാകാത്തതിനു പിന്നിൽ ഇരു സഭകളിലെയും 50-ലധികം ബിഷപ്പുമാരുടെ ധാർഷ്ട്യം നിമിത്തമാണെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. വിശ്വാസികൾ മരിച്ചാൽ സംസ്കാരം നടത്തുന്നതിന്റെ പേരിൽ കൊലവിളി നടത്തുന്നവർ ഇരു സഭകളിലെയും വിശ്വാസികൾ തമ്മിലുള്ള വിവാഹത്തിന് യാതൊരു തടസ്സവും ഉന്നയിക്കാറില്ല. ലക്ഷങ്ങൾ സ്ത്രീധനമായി കിട്ടുന്ന കല്യാണങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്താൻ ഇരു കൂട്ടരും തയ്യാറല്ല. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നിലയെപ്പോലും അപകടത്തിലാക്കുന്ന ഈ തെരുവുയുദ്ധം അവസാനിപ്പിക്കാൻ മറ്റ് ക്രൈസ്തവ സഭകളോ സംഘടനകളോ മുന്നോട്ട് വരാത്തത് ശ്രദ്ധേയമാണ്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ് സ്വത്ത് സംരക്ഷിക്കാൻ കൊലവിളിയുമായി റോഡിൽ കിടക്കുന്നത്. സംസ്ഥാനത്തെ പരിസ്ഥിതി വികസന വിഷയങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്ന അഭിവന്ദ്യന്മാരാണ് തെരുവുഗുണ്ടകളെ പോലെ ഏറ്റുമുട്ടുന്നത്. സർവ്വസംഘ പരിത്യാഗികളെന്നടിക്കുന്ന പരിശുദ്ധനും ശ്രേഷ്ഠനും തമ്മിലുള്ള പോരാട്ടം ക്രൈസ്തവ സഭകളുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണെന്ന് പറയാതെ വയ്യ. റോയി മാത്യു, സൂര്യ ന്യൂസ്, തിരുവനന്തപുരം.